ഐറിഷ് ജനത വളരെ അപൂർവമായിട്ടാണ് ഈ കറുത്ത തൊലിയുള്ള ആളുകളെ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ താമസിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു ഐറിഷ് എൻ്റെ ആതിഥേയൻ ആദ്യമായിട്ടാണ് എങ്ങനെ ഒരു മനുഷ്യനെ അവരുടെ ജീവിതത്തിൽ കാണുന്നത്. ഓസ്കാർ വൈൽഡിനെ എല്ലാ കാലത്തും ഐറിഷ് സമൂഹം ആരാധനയോടുകൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് പാരീസിലാണ്, ഫ്രാൻസിലാണ്. ഇപ്പോഴും ആ ശവകുടീരത്തില് ലിപ്സ്റ്റിക്കുകൾ ചുണ്ടുകൊണ്ട് അമർത്തി ആ അടയാളങ്ങൾ കൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ കുഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത്. എയ്ഡ്സ് ഒരിക്കലും ഒരു വയൽ പാടങ്ങളിൽ ചെന്നിരുന്ന കർഷകന്റെ പുറകിൽ നിന്നിട്ടുള്ള വ്യക്തിയല്ല. പാട്രിക് കാവന ഉഴുതിട്ടുള്ള വ്യക്തിയാണ്. ജെയിംസ് ജോയ്സ് ഇരുന്ന സ്ഥലത്ത് ഇപ്പോഴും അതേ സ്ഥലത്ത് അദ്ദേഹം ഇരുന്ന ബാറിൽ അതേ പോയിന്റിൽ പോയിരുന്ന് മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു ആദരവ് പോലെ. ബേഗൻ വിശ്വാസത്തില് ഇപ്പം രോഗിയാവുക എന്ന് പറയുന്നത് പിന്നെ ദൈവത്തിന്റെ അപ്രീതിക്ക് പിന്നെ ഇരയാവുക എന്നുള്ളതാണ്. അപ്പൊ അവരെ കൊല്ലുക, ചികിത്സിക്കരുത് എന്നുള്ള രീതിയാണ്. ബാറ്റസ്കോർ എന്ന് പറഞ്ഞാല് പ്രൈമറി സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഈ ഗേലിക് ഭാഷ, ഐറിഷ് ഭാഷ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു സ്കെയില് അവരെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ടാവും, ഐറിഷ് കുട്ടികളുടെ കഴുത്തിൽ. അപ്പോൾ ആ സ്കെയിലിൽ മാർക്ക് അടയാളങ്ങൾ വരുത്തും. ആ ദിവസം അവസാനം ടീച്ചർ വന്ന് എത്ര ഗേലിക് ഭാഷ സംസാരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള അടിയാണ്. അവന്റെ മാതൃഭാഷയെ അപമാനിക്കുകയും ക്രൂരമായി പരിഹസിക്കുകയും അത് തിരസ്കരിക്കാനായിട്ട് വളരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന, അത് വലിയൊരു നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് അവിവാഹിതകളായ അമ്മമാര് അല്ലെങ്കിൽ ഈ സമൂഹം തിരസ്കരിച്ച പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഗർഭിണികളായവര്, അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സഭ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന് മാഗ്ദലിൻ ലോണ്ട്രി എന്ന്. അപ്പൊ അത് അവിടെ വസ്ത്രങ്ങൾ കഴുകുന്ന കുറേ യുവതികളും അമ്മമാരൊക്കെയാണ്. ഇപ്പൊ അവര് തിരിച്ചറിയുന്നത് ഒരു ഇരുണ്ട കാലഘട്ടമായിട്ടാണ് തിരിച്ചറിയുന്നത്. കാരണം അവരെ അങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കിലിയൻ മർഫിയുടെ വന്നിട്ടുള്ളത്. നമ്മൾ ഐറിഷ് വിസ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ സ്കോച്ച് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഇതാണ്, അല്ലെങ്കിൽ ഇപ്പം അമേരിക്കൻ ആയിട്ടുള്ള പിന്നെ വിസ്കി വേറെ. അപ്പൊ നമ്മൾ ഈ ഐറിഷ് വിസ്കി വേറെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയർലൻഡില് ബാർലി കൃഷി വളരെയധികം വിപുലമാണ്. അവിടെ തന്നെ എല്ലാ വർഷവും ബാർലി കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷികോത്സവങ്ങൾ നടക്കാറുണ്ട്. ഏറ്റവും നല്ല വിസ്കി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഈ മദ്യം നിർമ്മിക്കുന്നവർക്ക് ആ കുടുംബത്തിന് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ സന്തോഷിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനമായിട്ടും സന്തോഷത്തോടും കൂടി ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പള്ളികളിലേക്കുള്ള അവരുടെ ഈ പ്രയാണം കുറയുന്നത്. ഈ അയർലൻഡിനോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്താണ്. കാരണം ഇംഗ്ലണ്ടിനുള്ള അതേ പ്രാധാന്യം തന്നെ അയർലൻഡിനുണ്ടല്ലോ. ഒരുപക്ഷെ ഒരു മോഡേൺ ലിറ്ററേച്ചറിൽ അതിലും കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അയർലൻഡിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള അതിന്റെ ഒരു ഭൂമിശാസ്ത്ര ഭംഗി പോലെ തന്നെ അതിന്റെ കൾച്ചറിലും വലിയ കഥ പറച്ചിലിന്റെ വലിയ അംശങ്ങൾ. ഇപ്പൊ ഷാനാഹി എന്നൊക്കെ പറയുന്ന കനൽ വെളിച്ചത്തിൽ കഥ പറയുന്ന ഗെയിലിക് ട്രഡീഷൻ, പിന്നെ ഒരു കെൽറ്റിക് ഫോക്ലോർ, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മറ്റ് സ്ഥലങ്ങളില്ലാത്ത, ഇപ്പം ഇന്ത്യയിലുണ്ട് അങ്ങനെ ഇപ്പോൾ സ്മൃതി അല്ലെങ്കിൽ ശ്രുതി രീതി തന്നെയാണ് ഇന്ത്യയിലും ഈ മഹാഭാരതമൊക്കെ അങ്ങനെ വളരെ വലിയ രീതിയിൽ പറഞ്ഞു പോന്നിട്ടുള്ളത്. വലിയ ലിറ്ററേച്ചറാണുള്ളത്. അപ്പം അതുപോലെ തന്നെ വലിയൊരു ലിറ്ററേച്ചറിന്റെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് അയർലൻഡ്. അത് നമുക്ക് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 നോബൽ പ്രൈസുകൾ, അതായത് പിന്നെ അതിൽ കിട്ടാതെ പോയത് ജെയിംസ് ജോയ്സിനാണ്. അത്രയും വലിയ മഹാനായ ഫിക്ഷൻ റൈറ്ററായിട്ടും അദ്ദേഹത്തിന് മൊറാലിറ്റിയുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് നോബൽ സമിതി അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കാതിരുന്നത്. അതേ അവസരത്തിൽ സാമുവൽ ബെക്കറ്റിന്, WB യേറ്റ്സിന്, ഷീമസ് ഫീനിക്ക്, പിന്നെ ബെർണാഡ് ഷായ്ക്കും ഒക്കെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ലിറ്ററേച്ചറായിട്ട് വളരെ പ്രധാനപ്പെട്ട അടുത്ത ബന്ധമുള്ള ഒരു സൊസൈറ്റിയാണ് ഐറിഷ് സമൂഹം എന്ന് പറയുന്നത്. ഡോക്ടർ ലെസ്ലി അവിടെ ഇത്രയും കാലമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും പിന്നെ കേരളീയ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ ഐറിഷ് ലിറ്ററേച്ചർ ആണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ ആണെങ്കിലും ഒക്കെ തന്നെ അതിൽ പ്രത്യേക താല്പര്യമുള്ള ഒരു സമൂഹ ഘടനയുള്ള ഒരു സ്ഥലമാണ്. കാരണം പാബ്ലോ നെരൂദ ചിലപ്പോൾ ചിലിയിൽ കൂടുതൽ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്ന ഒരു സ്ഥലം കേരളമായിരിക്കും. സച്ചിദാനന്ദ മാഷൊക്കെ അത്രയും പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു വാലൻസ് ജൂലിക്കാടും ഒക്കെ തന്നെ. അതുപോലെ ഈ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അയർലൻഡിൽ എത്തിയ സമയത്ത് ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഒരു ഭൂമികയിലേക്ക് ലെസ്ലി
എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടത്? കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ഞാൻ പറഞ്ഞ ജെയിംസ് ജോയ്സ് വെച്ച് തന്നെ തുടങ്ങുകയാണെങ്കിൽ എന്താണ് പിന്നെ ജെയിംസ് ജോയ്സിന്റെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ജെയിംസ് ജോയ്സ് ഇരുന്ന സ്ഥലത്ത് ഇപ്പോഴും അതേ സ്ഥലത്ത് അദ്ദേഹം ഇരുന്ന ബാറിൽ അതേ പോയിന്റിൽ പോയിരുന്ന് മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നത് എന്താണ് അതിന്റെ ആ ഒരു ഇത്തരത്തിലുള്ള ഫോക്ക് ഇതിന്റെ എന്താണ് അതിന്റെ? ആദ്യമായിട്ടാണ് ഇപ്പൊ എൻ്റെ ജോലി സംബന്ധിയായിട്ടുള്ള യാത്രകളാണ് എന്നെ അയർലൻഡിലേക്ക് എത്തിച്ചത്. ഇംഗ്ലണ്ടായിരുന്നു ആദ്യം ഞാൻ ഒരു തെരഞ്ഞെടുത്ത സ്ഥലം. അന്നൊക്കെ യഥാർത്ഥത്തിൽ ഡോക്ടർമാര് ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഞാനൊക്കെ പോകുന്ന സമയത്ത്. അപ്പം അയർലൻഡില് തുലവും കുറവായിരുന്നു ഡോക്ടർമാർ പോയിരുന്നത്. കാരണം പല കാര്യങ്ങളുണ്ടായിരുന്നു, ട്രെയിനിങ്ങിന്റെ ഒരു കുറവ്, ഒപ്പം തന്നെ ചെറിയ ഭീതി ഉണ്ടായിരുന്നു അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി പോലുള്ള സംഘടനകൾ ഉയർത്തിയിരുന്ന ഭീഷണി അല്ലെങ്കിൽ ചില സ്ഫോടനങ്ങൾ, പ്രത്യേകിച്ചും അറിയാം നമ്മളുടെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ കടലിൽ വെച്ച് കൊല്ലപ്പെടുകയും, അപ്പോൾ അതിന് ചൊല്ലിണ്ടായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമല്ല അയർലൻഡ് എന്നുള്ള ഒരു പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 1998 ആ തീരുമാനം, ഒരു ഉപരിപഠനത്തിന് പോകുന്നുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്ന ഒരു അവസരത്തിൽ വൈശാഖ മാഷായിട്ട് സംസാരിച്ചു. മാഷ ഇങ്ങനെ എനിക്കൊരു താല്പര്യമുണ്ട്, ഇങ്ങനെ പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പം മാഷ് പറഞ്ഞു എന്തുകൊണ്ട് അയർലൻഡ് തിരഞ്ഞെടുത്തുകൂടാ. അപ്പോൾ അയർലൻഡിനെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജോയ്സിനെ കുറിച്ചും എയ്ഡ്സിനെ കുറിച്ചും കൂടുതൽ ഓസ്കാർ വൈൽഡിന്റെ പിന്നെ കോട്ട്സ് എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഈ പിന്നെ കുട്ടികളുടെ കഥകളുണ്ട്, ഹാപ്പി പ്രിൻസ് എന്നൊക്കെ പറയുന്ന കഥകളുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞ വെച്ചാൽ അവിടുത്തെ സിനിമകൾ, ഇപ്പോൾ ബാർലി ഫീൽഡ് സിനിമ, പിന്നെ ഈ വിപ്ലവകരമായ പശ്ചാത്തലങ്ങളിലുള്ള കഥാപാത്രങ്ങൾ ഊന്നിയിട്ടുള്ള മനോഹരങ്ങളായ പിന്നെ കവിതകൾ, രചനകൾ, പാട്ടുകൾ, നാടോടി കഥകളിലെ കഥാപാത്രങ്ങൾ. അപ്പൊ മാഷ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ലോകം തുറന്നിടുകയായിരുന്നു. ഐറിഷ് സാഹിത്യത്തിനേക്കാളും കൂടുതൽ ഐറിഷ് ജനതയിലെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബന്ധം എനിക്ക് തുറന്നിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ അടുത്ത നിമിഷം തന്നെ തീരുമാനമെടുത്തു, പിന്നെ പഠനം അവിടെ ആകാം. അങ്ങനെയാണ് ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ എത്തിയത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അത് എൻ്റെ ഒരു ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും കണക്കാക്കുകയാണ്. പ്രധാന കാരണം അന്നത്തെ കാലത്ത് ഐറിഷ് ജനത വളരെ അപൂർവമായിട്ടാണ് ഈ കറുത്ത തൊലിയുള്ള ആളുകളെ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ താമസിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു ഐറിഷ് എൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ അവരുടെ ജീവിതത്തിൽ കാണുന്നത്. വളരെ പ്രായം ചെന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് എന്നെ ഒരു മകനെ പോലെ പരിഗണിക്കുകയും അദ്ദേഹം എൻ്റെ ഒരു താല്പര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ചരിത്ര പ്രധാനമുള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ എഴുത്തുകാരുടെ സങ്കേതങ്ങളിലേക്ക്, അല്ലെങ്കിൽ പബ്ബിന്റെ ഒരു സംസ്കാര ഒരു പൊലിമകളിലേക്ക്, പാട്ടുകളിലേക്ക്, അദ്ദേഹം ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള വ്യക്തിയല്ല. പക്ഷെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടും സൗഹൃദം കൊണ്ടും കൂടുതലായിട്ട് ഇവരെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ജെയിംസ് ജോയ്സിനെ കുറിച്ച് പറയണ്ടേ. അപ്പൊ ജെയിംസ് ജോയ്സിന്റെ പ്രധാന പുസ്തകമാണല്ലോ ഉലീസസ് അല്ലെ. അപ്പൊ ഉലീസസിന്റെ ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ് ആ പുസ്തകം മുഴുവൻ. വലിയ പുസ്തകം. അത് കുറച്ചൊരു സങ്കീർണതയുള്ള ഭാഷയാണ്, ചില കൊളോക്കിയലായിട്ടുള്ള വളരെ ഗ്രാമീണപരമായിട്ടുള്ള ഐറിഷുകാർക്ക് തന്നെ വായിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഷയാണെന്നൊക്കെയുള്ളൊരു വിവക്ഷയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള 3 കഥാപാത്രങ്ങളെ ചൊല്ലിയുള്ള ഒരു ഘടനയാണ്. അതില് ആ ജൂൺ 16 എന്ന് പറയുന്ന ദിവസം ഇവര് എല്ലാ വർഷവും ഒരു എഡ്വേർഡിയൻ വസ്ത്രം ധരിച്ച് അവര് ഈ ചുറ്റും ഇരുന്ന് ഈ ചാപ്റ്ററുകൾ വായിക്കുക. അത് ലോകത്ത് തന്നെ വളരെ, എനിക്ക് തോന്നുന്നു ഡബ്ലിനിൽ. അതോടൊപ്പം തന്നെ അവർ പബ് സ്വാബ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു പബ്ബിൽ നിന്നും ഇറങ്ങി മറ്റൊരു പബ്ബിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് മദ്യം രുചിക്കുകയും അല്ലെങ്കിൽ ഗിന്നസ് രുചിക്കുകയും കൂട്ടുകാരത്ത് മറ്റൊരു പബ്ബിൽ ചെന്നിരിക്കുകയും. പക്ഷെ ചെന്നിരിക്കുന്ന വേളകളിലൊക്കെ ഈ ജെയിംസ് ജോയ്സിന്റെ ഈ ഉലീസസിലെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അപ്പോൾ അങ്ങനെ വേറൊരു വോളണ്ടിയർ അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഇവരുടെ ഈ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളുമായി ഒരു പിന്നെ കുതിര
പൂട്ടിയ വണ്ടിയിൽ ആ നഗരത്തിലൂടെ പ്രദക്ഷിണം ചെയ്യുക. അത് വളരെ അത് എനിക്ക് തോന്നുന്നു 2000-ന് ശേഷം കൂടുതൽ സജീവമാകുകയും ചെയ്തു. അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ജെയിംസ് ജോയ്സ് മദ്യപിച്ച മദ്യശാല, അതെങ്ങനെയാണ്? അത് പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം സിന്നേഴ്സ് ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ്റ്റൺ സ്റ്റേറ്റിന്റെ അടുത്താണ്. അപ്പൊ ആ സമയം ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങൾ നടക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ വഴിതെറ്റി അവിടെ ചെന്നിരുന്നതാണ്, ഒരു പബ്ബിൽ ചെന്നിരുന്നതാണ്. അപ്പൊ അവിടെ ചുമരുമ്മ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയാണ് ജെയിംസ് ജോയ്സ് വന്നിരുന്നത് മദ്യപിക്കുക. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഭയങ്കര താല്പര്യം തോന്നി. അപ്പൊ 1-2 തവണയൊക്കെ വെറുതെ ഈ ഗിന്നസ് വെച്ചിരുന്ന് നമ്മൾ അവിടെ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു ആദരവ് പോലെ വലിയൊരു ചരിത്ര ഒരു സങ്കേതമാണല്ലോ അത്. അതുപോലെ മറ്റു പല മനുഷ്യരും അത്തരം ആ സാന്നിധ്യത്തിന് വേണ്ടി, ആ ചരിത്ര സാന്നിധ്യത്തിന് വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. തീർത്ഥാടനം പോലെ തന്നെ തീർച്ചയായും. ഒപ്പം തന്നെ ഇത് നടത്തുന്ന ആളുകളും അവർക്കും അഭിമാനമാണ്. അപ്പോ അതൊക്കെ ഈ സാഹിത്യം എത്രമാത്രം മനുഷ്യരിൽ ചെലുത്തിയുള്ള സ്വാധീനത്തിന്റെ ഉദാത്തമായുള്ള ഉദാഹരണം. ഈ നമ്മള് ഐറിഷ് വിസ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ സ്കോച്ച് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഇതാണ്, അല്ലെങ്കിൽ ഇപ്പം അമേരിക്കൻ ആയിട്ടുള്ള വിസ്കി വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഐറിഷ് വിസ്കി വേറെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അത് ഈ ഇപ്പം ലെസ്ലി എന്തായാലും ഇപ്പം കഴിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ അവിടെ 2-3 ഡിസ്റ്റിലറികളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒന്ന് ജെയിംസൺ മിഡിൽട്ടണിലാണ്, പിന്നെ ഒരു തുളമൂർ എന്ന് പറയുന്ന കൗണ്ടി. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ വെച്ചാൽ അവിടെ ഇതിന്റെ മുഴുവൻ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഏതൊരു കുടുംബമാണ് അതിനെ കൊണ്ടുവന്നത്. ബാർലിയാണ് മെയിൻ ആയിട്ട്. കാരണം അയർലൻഡില് ബാർലി കൃഷി വളരെയധികം വിപുലമാണ്. അവിടെ തന്നെ എല്ലാ വർഷവും ബാർലി കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷികോത്സവങ്ങൾ നടക്കാറുണ്ട്. ഏറ്റവും നല്ല ബ്രൂവറി, ഏറ്റവും നല്ല വിസ്കി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഈ മദ്യം നിർമ്മിക്കുന്നവർക്ക് ആ കുടുംബത്തിന് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ലാർക്കിൻ, ടോം ലാർക്കിൻ. അദ്ദേഹത്തിന്റെ ഈ കുടുംബം കർഷക കുടുംബമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആനയിച്ചു കൊണ്ടുപോവുക അവർക്ക് കിട്ടിയ ഇത്തരം സമ്മാനങ്ങളാണ്. അവരുടെ അഭിമാനമാണ്, അവരുടെ എന്താ പറയാ പാരമ്പര്യം ആണ് ഇതൊക്കെ. ഇത്തരം സംഗതികൾ നമുക്ക് ഈ ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജെയിംസൺ പോലെയുള്ളതും അതിന്റെ പുറകില് അവര് പറയുന്നത് ഈ എന്താ പറയാ ആ ഐറിഷ് സ്വത്വം ആണ് അവര് അതിൽ കാണുന്നത്. കാരണം 800ഓളം കൊല്ലങ്ങൾ അധിനിവേശം കൊണ്ട് പൊറുതി മുട്ടിയ ജനത, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നും നേടിയെടുത്ത ജനത, പല ഘട്ടങ്ങളിലും അവര് പരാജയപ്പെടുകയും ചിലപ്പോൾ അവര് അപമാനിതരാകുകയും ചെയ്ത ജനത, അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റുള്ള ജനതയുടെ ഓരോ സ്വത്ത് രൂപങ്ങളായിട്ടാണ് ഈ ഐറിഷ് വിസ്കിയും ഇപ്പൊ ഗിന്നസും. അല്ലെങ്കിൽ ഗിന്നസ് അതുപോലെ പറഞ്ഞ ഇപ്പം അയർലൻഡിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു സുഹൃത്തൻ പ്രസന്റീൻസ് ആണല്ലോ, അങ്ങനെ ഞാൻ കഴിക്കാനിടയായത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ വെറും ഒരു മദ്യമല്ല, ഒരു ഐറിഷ് ഐക്കൺ ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ആർതർ ഗിന്നസ് എന്ന് പറഞ്ഞ ഒരു കുടുംബം, അവരുടെ അത് ഒരു ഫ്യൂഡൽ കുടുംബമാണ് അതിന്റെ പുറകിലുള്ളത്. അതും ഇത്തരം ഈ ഐറിഷ് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ കോർപ്പറേറ്റ് അത് ഏറ്റെടുത്തുവെങ്കിലും ഇപ്പോഴും അഭിമാനപൂർവ്വം ഐറിഷ് ജനത കൊണ്ടു നടക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു ഡ്രിങ്ക്. അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ അധിനിവേശത്തിന്റെ ഒരു നിശബ്ദമായ പ്രതിഷേധമാണ് ഇത്തരം അടയാളങ്ങളെ കരീബിയൻ ഡ്രം എന്നൊക്കെ. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുമ്പോഴേ എനിക്ക് വലിയൊരു അഭിമാനം തോന്നാറുണ്ട്. അത് മദ്യം കഴിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവര് ആ സ്വാതന്ത്ര്യം പ്രതീകമായിട്ടാണ് സ്വാതന്ത്ര്യം രുചിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇപ്പോഴും അവരുടെ ഉള്ളില് നിലയ്ക്കാത്ത എന്താ പറയാ ആ സ്വാതന്ത്ര്യ ദാഹവും ഇനിയും ഏറ്റെടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള, അതിപ്പോ നമുക്കറിയാം ഇപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളും നടക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നത് ഗാസ ഇതിനകത്ത് ആദ്യം നിലപാടെടുത്ത രാഷ്ട്രം അയർലൻഡാണ് ഇസ്രായേലിനെതിരെ. അതെ, തീർച്ചയായും വളരെ ശക്തമായ രീതിക്കാണ്. അതെ. അപ്പൊ അത് അത്തരം സംഗതികളൊക്കെ അവര് ഉൾക്കൊള്ളുന്നത് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് അവര് ഏറ്റെടുക്കേണ്ടി വന്ന വേദനകളിൽ നിന്നും അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വല്പം സമ്പന്നപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്തുകൊണ്ട്
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചുകൂടാന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാലത്ത് കത്തോലിക്ക മത സമ്പ്രദായത്തിന് വലിയ ഇമ്പോർട്ടൻസ് വളരെയധികം തീർച്ചയായിട്ടും വന്നത്. അതൊരു ഇപ്പോ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ കിലിയൻ മർഫിയുടെ ഒരു സിനിമ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, സ്മോൾ തിങ്സ് ലൈക്ക് ദീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഈ മാഗ്ദലിൻ ലോണ്ടറി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് അവിവാഹിതകളായ അമ്മമാര് അല്ലെങ്കിൽ ഈ സമൂഹം ഇങ്ങനെ തിരസ്കരിച്ച പെൺകുട്ടികള് അല്ലെങ്കിൽ ഗർഭിണികളായതില് അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സഭ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ അനാഥാലയം എന്ന് പറയാൻ പറ്റില്ല, ഒരു സെന്റർ. അതിന് മാഗ്ദലിൻ ലോണ്ടറി എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ വസ്ത്രങ്ങള് കഴുകുന്ന കുറെ യുവതികളും അമ്മമാരൊക്കെയാണ്. ഇപ്പൊ അവര് തിരിച്ചറിയുന്നത് ഒരു ഇരുണ്ട കാലഘട്ടമായിട്ടാണ് തിരിച്ചറിയുന്നത്. കാരണം അവരെ അങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കിലിയൻ മർഫിയുടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗോൾവയ്ക്ക് അടുത്ത് ടൂം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഭീകരമായിട്ടുള്ള പിന്നെ ഈ അവർക്ക് അബോർഷനോ ഗർഭനിരോധനമോ അല്ലെങ്കിൽ അത്തരം സംഗതികളൊക്കെ ഈ കത്തോലിക്ക മതസമ്പ്രദായത്തിനെതിരായിരുന്നല്ലോ. അപ്പൊ അതില് ശരിക്കും കവികൾക്കും കൂടി സ്ഥാനമുണ്ട് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് എഴുത്ത്, കവിത അല്ലെങ്കിൽ ധാരാളം രചനകൾ. അവര് പറയുന്നത് വെച്ചാൽ ഒരു കവി എന്ന് പറയുന്നത് അവര് വേറൊരു പിന്നെ ലോകത്തുനിന്ന് വരുന്നവരല്ല. അവര് ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്ന പോലെ അവര് സംസാരിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ചിലപ്പം അവര് ഗെയിലിക് ഭാഷ, അതെ, അത് വലിയ ഈ ഗെയിലിക് ട്രഡീഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഓറൽ ട്രഡീഷൻ വളരെയധികം ഓറൽ ട്രഡീഷനിലാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. കാരണം 800 കൊല്ലം അധിനിവേശം, അതിനേക്കാൾ ഉപരിയായിട്ട് ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റന്റ് സമ്പ്രദായം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ ഏർപ്പെടുത്തിയിട്ടുള്ള കരിനിയമങ്ങൾ, അവരുടെ ഭാഷയെ ഉന്മൂലനം ചെയ്യുക. ഒരു കിൽക്കേനി ആക്ട് പ്രകാരം അവര് ആ ഭാഷ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ഇപ്പോ ഈ ബെയ്ത്തലെ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ്. അതില് ബാറ്റാസ്കോർ എന്ന് പറഞ്ഞാല് സ്കൂളുകളിൽ, പ്രൈമറി സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഈ ഗെയിലിക് ഭാഷ, ഐറിഷ് ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂൾ വിടുന്നതിന് മുമ്പ് ഈ ഒരു വലിയൊരു സ്കെയില് അവർ കഴുത്തില് തൂക്കിയിട്ടുണ്ടാവും, ഐറിഷ് കുട്ടികളുടെ കഴുത്തിൽ. അപ്പൊ ആ സ്കെയിലിൽ മാർക്ക്, അടയാളങ്ങൾ വരുത്തും. ഒരു ഗെയിലിക് ഭാഷ, ഒരു ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വര, 2 വര. അങ്ങനെ ആ ദിവസം അവസാനം ടീച്ചർ വന്ന് എത്ര ഗെയിലിക് ഭാഷ സംസാരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള അടിയാണ്. അത് 2 കാര്യം കൊണ്ട് അത് വളരെ ഭയാനകമാണ്. ഒന്ന്, അവന്റെ മാതൃഭാഷയെ അപമാനിക്കുകയും ക്രൂരമായി പരിഹസിക്കുകയും അത് തിരസ്കരിക്കാനായിട്ട് വളരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന, അത് വലിയൊരു നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോ അത് ബാറ്റാസ്കോർ എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ ആ ഒരു പ്രത്യേക അടയാളം. അപ്പൊ നമ്മളിപ്പോ എൻ്റെ പല സുഹൃത്തുക്കളും സ്കൂളുകളിലെ പ്രിൻസിപ്പളുകളുണ്ട്. അവരൊക്കെ ആദ്യം എന്നെ വിളിച്ചുകൊണ്ട് കാണിക്കുന്നത് ഇത്തരം അടയാളങ്ങളിലാണ്. അതുപോലെ പിന്നെ പറയാ ഹെഡ് സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് ഈ ഭാഷ പഠിപ്പിക്കുക. മരത്തിന്റെ തണലില് കുട്ടികളെ വിളിച്ചു കൊണ്ടുപോയി ഇത്തരം ഭാഷകൾ, ആ ഭാഷ സംസാരിക്കുമ്പോൾ കൂടുതലും പാട്ടുകളാണ് പഠിപ്പിക്കുക. അപ്പൊ അവരുടെ ഈ ഓഷ്യനും വൈറ്റ് സ്റ്റീഡും വെള്ളക്കുതിരയിൽ വരുന്ന ആൾക്കാരെ, ലീർ, അവരുടെ ഒരിക്കലും വൃദ്ധരാവാത്ത തരത്തിലുള്ള ഭൂമികയിലേക്ക് പറന്നുയർന്ന മനുഷ്യരെ കഥ, ഇതൊക്കെ, അല്ലെങ്കിൽ ഫിനഗസ്, ഇതൊക്കെ ജ്ഞാനത്തിന്റെ മനുഷ്യര്, അല്ലെങ്കിൽ പുഴകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള രൂപങ്ങൾ. ഫെയറീസിൽ പിന്നെ പ്രത്യേകിച്ചും ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക ഭൂതപ്രേത പിശാചുക്കളിലൊക്കെ നമ്മളെപ്പോലെ തന്നെ വലിയ വിശ്വാസമുള്ള ഒരു സമൂഹം അല്ലേ? അത് ഗെയിലിക് ഇതിൽ നിന്ന് വരുന്നതാണോ കെൽറ്റിക് ഇതിൽ നിന്നാണോ? അത് ഈ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ഇതെന്താണ്? അതെന്താ വെച്ചാല് പേഗൻ വിശ്വാസമാണല്ലോ പ്രധാനം. My name is Michael Fortune and I am from County Wexford, rural County Wexford here in Ireland. And like many people in Ireland, we would have grown up with folk lore, folk beliefs, practices, stories, traditions, customs. I suppose maybe as we're getting older, we're beginning to realize we have them. The older people, I suppose my own parents and grandparents, would have just done things. They would have just done things naturally without considering them. They would have just been part of their fabric of their everyday life and their everyday year. I suppose now we're a little bit more aware of them, but still we like to carry them on in, I suppose, in a purest way as possible. One of the classic things, I suppose, that we all grew up with were kind of what we would call in Ireland would be ghost stories. And ghost stories were stories that our own parents and grandparents would have told us.
And we, as children, loved him. I'll be honest with you. I loved my own mother was a lovely teller of stories. And there were never big sagas really in any shape or form. There were more just stories of things that happened where maybe a ghost was seen, or maybe where someone meddled with a fairy fort and maybe cut down some sticks and the bad luck to befell them, or someone that maybe meddled or messed with a holy well. And there were stories about where things were seen, maybe a black dog, and all these different types of figures that would crop up. And they're repeated figures. You'll find them all around the country, but once they're told by the people around you growing up, it connects you to that place, and they're told about neighbours, they're told about the landscape, they're told about the fields around us, so you feel you're part of that landscape and part of that story. And this was all in an era, I suppose, as well, before television and radio, and they were kind of newcomers on the scene. A lot of people will tell you, even to this day, when the television came along or the radio came along, television in particular, and especially electricity, when they came along, said all the ghosts disappeared, all the lights, all the strange things disappeared. And that's one thing you would hear from older people. They will always say that when the electric light came, the banshee disappeared and the fairy disappeared. But I suppose what they're really saying is that element of storytelling disappeared. That idea that people would gather and neighbours would meet in houses and just talk about things. And I suppose that disappeared. ഒരു 6-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യൻ സമ്പ്രദായം വന്നിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ ഇവരെല്ലാം ഈ സാമ്പ്രദായിക രീതികളിലുള്ള ദൈവങ്ങളിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഈ വൈദ്യ സമ്പ്രദായം, അതിന്റെ അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ഈ തോർ ദൈവം അതെ അതില് റോവൻ മരം ആണ് റോവൻ മരത്തിന്റെ സത്ത എടുത്തിട്ടാണ് അവര് ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ റോവൻ മരം എന്ന് പറയുന്നത് ഈ ലോകത്തില് ആദ്യമായിട്ട് ഉണ്ടായ ഒരു മനുഷ്യ, അത് സ്ത്രീയാണ്. അത് റോവൻ മരത്തിൽ നിന്നും, പുരുഷൻ ഉണ്ടായിട്ടുള്ളത് റോവൻ മരത്തിന്റെ ചാരത്തിൽ നിന്നുമാണെന്നാണ് വിശ്വാസം. അപ്പോൾ റോവൻ മരം ഡ്രൂഡുകളുണ്ടല്ലോ, അവര് പരമ്പരാഗത പുരാണ ചികിത്സകരാണ്. അവര് ആത്മനിയന്ത്രണങ്ങളിലും അവരുടേതായിട്ടുള്ള ചില ഈ മരുന്നുകൂട്ടുകളിലും ഡ്രൂഡുകളാണ്. നീണ്ടതാടി അവരൊക്കെ റോവൻ മരത്തിന്റെ ഈ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നു. പിന്നെ കാക്കയിലുള്ള വിശ്വാസം, പക്ഷികളല്ലേ വളരെ പ്രധാനപ്പെട്ട പേഗനാണ്. അപ്പോൾ ഇവര് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആ തോർ ദൈവത്തിനെ തോർ ദൈവം തന്നെ ഒരു പുഴയിൽ മുങ്ങിപ്പോകുന്ന അവസരത്തിൽ ഈ റോവൻ മരം താഴ്ന്നിറങ്ങി വന്ന് ദൈവത്തെ രക്ഷിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. പിന്നീട് വന്നിട്ടുള്ള ലീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്രെനന്റ് ലീച്ച് എന്ന് പറഞ്ഞിട്ടൊരു പിന്നൊരു സമ്പ്രദായം വന്നു. അതിപ്പോഴും ചില ഗ്രാമങ്ങളിൽ അവര് ഈ സമ്പ്രദായത്തിൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പേഗൻ സമ്പ്രദായത്തിൽ നിന്നും വരികയും പിന്നെ 6-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്ത്യൻ സമ്പ്രദായം വന്നപ്പോൾ അതിന് കുറേം കൂടി പരിഷ്കൃത രൂപമായിട്ട് വന്നു. ആ പരിഷ്കൃത രൂപത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് നല്ലതാണ്. കാരണം പേഗൻ വിശ്വാസത്തില് ഇപ്പം രോഗിയാവുക എന്ന് പറയുന്നത് പിന്നെ ദൈവത്തിന്റെ അപ്രീതിക്ക് ഇരയാവുക എന്നുള്ളതാണ്. അപ്പൊ അവരെ കൊല്ലുക, ചികിത്സിക്കരുത് എന്നുള്ള രീതിയാണ്. പക്ഷെ മറ്റത് ക്രിസ്ത്യൻ സമ്പ്രദായത്തിൽ കുറെ കൂടി കമ്പാഷനേറ്റ് ആണ്. അനുകമ്പാപൂർണവും സ്നേഹവും ഒത്തൊരുമയോടുകൂടി നിൽക്കാവുന്ന ഒരു അന്തരീക്ഷം കെട്ടിപ്പടുത്ത് അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരവസ്ഥകളിൽ ഇത്തരം ഈ ക്രിസ്തീയ സമ്പ്രദായങ്ങള് അവിടുത്തെ വൈദ്യ സമ്പ്രദായത്തിന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ ഞാനിപ്പോ അതിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷത്തോടു കൂടി പറയാനേ അത് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ കവികളുടെ കാര്യം പറഞ്ഞല്ലോ, അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഐറിഷ് കവികൾക്ക് അസമൂഹമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോ വില്യം ബട്ട്ലർ യേറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഐറിഷ് നാഷണലിസത്തിന്റെ, അതായത് പ്രത്യേകിച്ചും അപ്രൈസിംഗ് ഒക്കെ ഉണ്ടായതിനു ശേഷമുള്ള ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സ്വദേശ കവിയല്ല ഒരിക്കലും യേറ്റ്സ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്റർവോൺ ആയിട്ട് കിടക്കുന്ന ലൈൻസ് ഒക്കെ തന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ഐറിഷ് വിപ്ലവകാരികൾക്കൊക്കെ പ്രചോദനം കൊടുക്കാവുന്ന രീതിയിൽ പിൽക്കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള വരികളും കൂടിയാണ്. ഈ യേറ്റ്സിന് എങ്ങനെയാണ് പിന്നെ ഐറിഷ് ജനത ഇപ്പം കാണുന്നത്? യേറ്റ്സിനെ ഇപ്പോഴും കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു അക്കാദമിക് കവി എന്നുള്ള രീതിക്കാണ് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഒരു ഈ ഇത്തരം റൊമാൻറ്റിസം, ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ കാൽപ്പനികതയുടെ കവിയായിട്ട് മാത്രം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ഈ യേറ്റ്സിന്റെ. പ്രത്യേകിച്ചും ഈ വെൻ യു ആർ ഓൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഏജിങ്ങിനെ കുറിച്ച് മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്. അതില് അദ്ദേഹം ശരിക്കും പറഞ്ഞാല് ഗോഡ് മോൺ,
4-5 പ്രാവശ്യം വിവാഹാഭ്യർത്ഥന നടത്തുകയും അവർക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു അവര്. പക്ഷെ അദ്ദേഹം ആ ലേഡി യേറ്റ്സനോട് പറഞ്ഞ വെച്ചാൽ നിങ്ങളൊരു കവി ആയതിന്റെ പേരിൽ ഞാൻ ഈ പ്രണയം നിഷേധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതിനുശേഷം അവരുടെ മകളെ വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട് യേറ്റ്സ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 70-ാമത്തെ വയസ്സിലൊക്കെയാണ് ഈ വെൻ യു ആർ ഓൾഡ് എന്നുള്ള കവിത എഴുതുന്നത്. പക്ഷെ അത് വായിക്കുമ്പോൾ ഒരു തീർത്ഥാടനത്തിലേക്ക് പോകുന്ന പോലെയാണ് നമ്മൾ. ഇപ്പൊ സെയിലിംഗ് ടു ബൈസാന്തിയ ആണെങ്കിലും പിന്നെ ടവറൊക്കെ തന്നെ അങ്ങനെയുള്ള കവിതകളാണ്. അതെ. അപ്പൊ എയ്ഡ്സിന് ഇപ്പൊ ആള് സെനറ്ററും കൂടി ആയിരുന്നല്ലോ. അപ്പോ അത് ഈ 22-ന് ശേഷം 1900 ഫ്രീ സ്റ്റേറ്റിന്റെ അന്തരീക്ഷത്തിലും അദ്ദേഹം വളരെയധികം ഇപ്പോ 1916 റൈസിംഗിനെ കുറിച്ച് അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ എനിക്ക് കൂടുതൽ വ്യക്തിപരമായി അല്ല ഞാൻ ചോദിക്കുന്നത്, പിന്നെ യേറ്റ്സിന് അവിടെ ഉള്ളത് ഇപ്പൊ അക്കാഡമിക് സർക്കിൾ എന്ന് പറയുന്നത് ഒരു സ്കോളർ എന്നുള്ള രീതിയിലാണോ, അതോ ഈ പറഞ്ഞ പോലെ ഒരു പടപ്പാട്ടുകാരനായിട്ട് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഐറിഷ് നാഷണലിസത്തിന്റെയും പിന്നെ IRA ഒക്കെ ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടില്ല. അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ എങ്ങനെയാണ് യേറ്റ്സിനെ? രണ്ട് പിന്നെ അപ്രോച്ച് ഉണ്ട്, സമീപനങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ആംഗ്ലോ സാക്സിക്കൻ പ്രൊട്ടസ്റ്റന്റ് എന്നുള്ള രീതിക്ക്. പിന്നീട് വന്നിട്ടുള്ളത് അദ്ദേഹം ഈ ലണ്ടനിലും പാരീസിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീട്ടുള്ള കാലങ്ങൾ. പിന്നീട് ഈ സ്വാതന്ത്ര്യ സമരവും ജനങ്ങളുടെ ഈ വിപ്ലവകരമായ കാര്യങ്ങൾക്ക് പിന്നെ കൂടുതൽ ഊർജം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കവിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സാധാരണ തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ കവിതകൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തില് പിന്നെ കുറച്ച് സംശയമുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട്. കാരണം ഇപ്പൊ പാട്രിക് കാവന ഇപ്പോഴും ജനങ്ങൾക്ക് വളരെയധികം, അദ്ദേഹം ഒരു സാക്ഷരതയുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹം ഒരു ഫാമിംഗ് ലാൻഡിനെ കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ രണ്ട് തലങ്ങളിൽ നോക്കുമ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ പോലെ യേറ്റ്സ് ഒരിക്കലും ഒരു വയൽ ശേഖരങ്ങളിൽ വയൽ പാടങ്ങളിൽ ചെന്നിരുന്ന് കർഷകന്റെ പുറകിൽ നിന്നിട്ടുള്ള വ്യക്തിയല്ല. പാട്രിക് കാവന ഉഴുതിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും അദ്ദേഹത്തിന്റെ കവിതകൾ ഇപ്പം പിന്നെ 2 രാജ്യങ്ങളെ കുറിച്ച്, 2 സഹോദരന്മാരെ കുറിച്ച് പാട്രിക് കാവന എഴുതിയിട്ടുള്ള കവിതയുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയും കൂടി വേദ്യം എന്ന് പറയുന്നത്. അപ്പോ അത് സൂചിപ്പിക്കുന്നത് മനുഷ്യന് ഇപ്പോഴും കാരണം വർഷങ്ങളായിട്ട് ഈ ഐറിഷ് ജനത ഒരു കാർഷിക വൃത്തിയിൽ ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും അവരുടെയുള്ള സ്വന്തം ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ അവരോട് എങ്ങനെ സംവദിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഒരു ഭൗതിക തലത്തിൽ അല്ല, ഹൃദയപരമായ തലത്തിൽ പാട്രിക് കാവനയെ ഉൾക്കൊള്ളാനാണ് ഇപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടം എന്നാണ് കുറച്ച് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷെയ്മസ് ഹീനിക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രസക്തി. കാരണം അദ്ദേഹം അക്കാദമിക് ലെവലിലും പാട്രിക് കാവന ലെവലിലും ഒരുപോലെ ജനങ്ങൾക്ക് വളരെയധികം വേദിയാണ്. ഇപ്പൊ ഡിഗിങ് എന്നുള്ള കവിത, അതായത് ദ പെൻ റെസ്റ്റ് ബിറ്റ്വീൻ മൈ തം ആൻഡ് ഫിംഗർ, തോക്ക് പോലെ പിടിക്കുന്ന ഇതിന്റെ ഒരു പറയുന്നില്ല അതിനകത്ത്. ചൂണ്ടുവിരലിനും എന്റെ തള്ളവിരലിനും ഇടയിൽ എന്റെ പേന അമർന്നിരുന്നു, ഒരു തോക്ക് പോലെ. അപ്പൊ ആള് പുലർക്കാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഉരുളൻകിഴങ്ങ് പാടത്തില് കിളയ്ക്കുകയാണ്, കുഴിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പിന്നെ വിചാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവ് എങ്ങനെയായിരുന്നു കുഴിച്ചിരുന്നത്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, പക്ഷെ ഇതാണ് എൻ്റെ ആയുധം. അപ്പോ ഈ കർഷകനുമായിട്ടുള്ള ബന്ധമുണ്ട്, എന്നാൽ അതിൽ വിട്ടു നിൽക്കുന്നില്ല. അപ്പൊ എന്റേതായുള്ള ആയുധത്തിൽ ഞാൻ അവരുടെ കൂടെ തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിൽ, സമർത്ഥിക്കല്ല, ഈ കെൽറ്റിക് സാക്രിഫൈസസിന്റെ ഒക്കെ ഒരു കവിയായിട്ടും കൂടിയാണല്ലോ ഷെയ്മസ് അറിയപ്പെടുന്നത്. ഷെയ്മസ് ഹീനിയുടെ പിന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു കവിത ഡെത്ത് ഓഫ് നാച്ചുറലിസ്റ്റ്, അതിലൊരു ലൈംഗികതയും കൂടി വരുന്നുണ്ട്. അത് വളരെ കുറച്ചും കൂടി നർമ്മം ഉണ്ടോ അല്ലെങ്കിൽ പരിഹാസമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇപ്പം എടുത്തു പറയാൻ പറ്റുന്ന ഒരു വലിയ സാഹിത്യത്തിൽ ഒരു ഐക്കൺ എന്ന് പറയുന്നത് ഓസ്കാർ വൈൽഡ്. അന്നത്തെ കാലത്ത് ജയിലിൽ കിടന്നു, പ്രത്യേകിച്ചും ഹോമോസെക്ഷുവാലിറ്റി, അതായത് ഇന്നിപ്പോ നമ്മൾ LGBTQ+ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനൊരു സാമൂഹിക അംഗീകാരമുണ്ട്. അന്നതില്ലാത്ത സമയത്താണ് അത്രയും മൊറാലിറ്റിയെ കുറിച്ച് അങ്ങനെ വ്യാകുലപ്പെടുന്ന ഒരു സമൂഹം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുക ചെയ്തത്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലൈഫിനെയും അത് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഇപ്പൊ ഐറിഷ് സമൂഹം ഇപ്പം ഓസ്കാർ വൈൽഡിനെ നോക്കി കാണുന്നത്? ഓസ്കാർ വൈൽഡിനെ എല്ലാ കാലത്തും ഐറിഷ് സമൂഹം ആരാധനയോടുകൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ.
അപ്പൊ അതിന്റെ പ്രധാന ഉദാഹരണമാണല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് പാരീസിലാണ്, ഫ്രാൻസിലാണ്. പെരസ് എന്തോ ആ സിമിട്രിയുടെ പേര്. ഇപ്പോഴും ആ ശവകുടീരത്തില് ലിപ്സ്റ്റിക്കുകൾ ചുണ്ടുകൊണ്ട് അമർത്തി ആ അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ കൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ കുഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോ ഭയങ്കരമായിട്ടുള്ള ആലിംഗനത്തോടു കൂടിയുള്ള ചുംബനങ്ങളാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതിപ്പോഴും അത് ശരിക്കും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് അയർലൻഡിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ലെജൻഡ് എങ്ങനെയാണ്? അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഓസ്കാർ വൈൽഡ് എല്ലാ കാലത്തും ലെജൻഡ് തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായ ആളുകൾ വരെ. എൻ്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം 93 വയസ്സാണ്. അദ്ദേഹം മിക്കവാറും എല്ലാ മാസവും ഒരു പുസ്തകം എനിക്ക് കൊണ്ടുവരും. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് ജെയിംസ് ജോയ്സ് ആണ്, പിന്നെ ഓസ്കാർ വൈൽഡാണ്. ഓസ്കാർ വൈൽഡിന്റെ കുഞ്ഞ് ചെറിയ കോട്ടകളും അതിനോടനുബന്ധിച്ച് ചെറിയ കഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരും. അത് സ്കൂളുകളിലും പിന്നെ ചില വായനകളിലും ഇവര് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓസ്കാർ വൈൽഡ് ഇപ്പോഴും അവരിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഗതി അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒന്നും അതൊരു വിഷയമേ അല്ല. ഇപ്പൊ എങ്ങനെയാണ് ഐറിഷ് സമൂഹത്തിനെ കാണുന്നത്? പ്രത്യേകിച്ചും മതവിശ്വാസത്തിന് എനിക്ക് തോന്നുന്നത് മതവിശ്വാസം കുറഞ്ഞു വരുന്ന ഒരു സമൂഹമാണ് അയർലൻഡ് എന്നാണ്. അവർക്കൊരു ബാധ്യതയായിട്ടൊന്നും തോന്നുന്നില്ല. അത് മനുഷ്യൻ സന്തോഷിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനമായിട്ടും സന്തോഷത്തോടും കൂടി ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് അപ്പുറത്തേക്ക് അവരുടെ സ്വകാര്യതകളിലേക്ക് കിടക്കാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് നേരില്ല എന്നാണ് പറയാ സാധാരണ. അപ്പോ ഈ ചട്ടക്കൂടുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പള്ളികളിലേക്കുള്ള അവരുടെ ഈ പ്രയാണം കുറയുന്നത്. ഈ നമ്മള് എയ്ഡ്സിനെ പറ്റി സംസാരിച്ചപ്പോൾ എയ്ഡ്സിന് എനിക്ക് തോന്നുന്നത് 1923 നൊബേൽ കിട്ടുന്നത്. 25 വീണ്ടും അയർലൻഡിന് കിട്ടുന്നുണ്ട് ബെർണാഡ് ഷാക്ക്. ബെർണാഡ് ഷായുടെ ഒരു ലെഗസി എങ്ങനെയാണ് അയർലൻഡ് ഉൾക്കൊള്ളുന്നത്? ബെർണാഡ് ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൗണ്ടി കാർലോയിലാണ് അദ്ദേഹത്തിന്റെ അമ്മ വീടൊക്കെ. അദ്ദേഹം ജനിച്ചിട്ടുള്ള ഡബ്ലിനിലെ ഏരിയയിലാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ വീണ്ടും ഒരു അക്കാദമിക് ലെവലിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ കൃഷിക്കാരാണല്ലോ കൂടുതലും. പിന്നെ കുറച്ച് സമ്പന്ന വർഗത്തിൽ പെടുന്ന ആളുകൾക്കാണ് പഠിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തരം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളിലാണ്. എന്നാൽ ധാരാളം അതിസമ്പന്നരൊന്നുമല്ല അവരായിട്ടുള്ളൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അവസ്ഥ കൊണ്ട് അവര് പഠിച്ച് അവർ ലണ്ടനിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും പോയി വിദ്യാഭ്യാസം ചെയ്തു വരികയും അവരുടെ കയ്യിൽ കിട്ടിയ ഭാഷ. ഇപ്പൊ ഈവൻ ബോളണ്ടിന്റെ റീസെന്റ് ഒരു പ്രസംഗം ഞാൻ കേട്ടു. അവര് പറയുന്നത്, ഈവൻ ബോളണ്ട് അറിയപ്പെടുന്ന ഒരു കവയിത്രിയാണ്. അവര് പറയുന്നത് വെച്ചാല് അവര് ഈ അധിനിവേശ ഭാഷ ഞങ്ങള് ഇപ്പോ സുന്ദരമാക്കുകയും ഞങ്ങൾ അതിനെ മോഡിഫൈ ചെയ്യുകയും മനോഹരമാക്കി തീർത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റിന് അത് ഭാഷ എന്ന് പറയുന്നത് ഞങ്ങൾ ശത്രുവായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ള രീതിക്കാണ്. അപ്പൊ അത്തരം മാനസികാവസ്ഥയിലാണ് ഇത്തരം ആളുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഐറിഷ് ജനത പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇത്തരം വലിയ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ലൈബ്രറികൾ നിർമ്മിക്കാനും പിന്നെ ധാരാളം കൂട്ടായ്മകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാനായിട്ട് ധാരാളം സംഭാവന ചെയ്തു എന്നുള്ളതാണ്. അതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് കാർലോയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ബെർണാഡ് ഷാ സെന്റർ ആണ്. അതില് തിയേറ്റർ ഉണ്ട് മെയിനായിട്ട്. പിന്നെ അതുപോലെ ഓഡിറ്റോറിയത്തില് നമുക്ക് പല ഈ ഫോക്ലോറുകൾ അവതരിപ്പിക്കുന്ന പിന്നെ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്തരം. പിന്നെ നാഷണൽ ലൈബ്രറിയിലെ ഉള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. എഴുത്തിലൂടെ തന്നെ സ്വന്തം ജനതയെ ആ ഭാഷയുടേതായിട്ടുള്ള വലിയൊരു പിന്നെ സംഗതികളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമവും ഇവര് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇപ്പോഴും നമ്മൾ അവരുടെ ഇടയിൽ ലെജൻഡുകളായിട്ട് അറിയപ്പെടുന്നത്. അതെ. ഈ മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിൽ ശരിക്കും പറഞ്ഞാൽ പ്ലേ അല്ലെങ്കിൽ നാടകത്തിന്റെ ഒരു ഏരിയയിൽ സാമുവൽ ബെക്കറ്റ് ഉണ്ടാക്കി സ്വാധീനം വേറെ ആർക്കില്ല. അതും ഒരു ഐറിഷ് കോൺട്രിബ്യൂഷൻ ആണ് അത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള അതിനുശേഷവും നാടകത്തില് അയർലൻഡിന്റെ ഒരു റെപ്രസെന്റേഷൻ വളരെ വലുതാണ്. ബെക്കറ്റ് എങ്ങനെയാണ്, ബെക്കറ്റിനോടുള്ള സമീപനം എങ്ങനെയാണ് അവിടെയുള്ള? ബെക്കറ്റിനോടുള്ള ചില ജെയിംസ് ജോയ്സിനോടുള്ള സ്നേഹം തന്നെയാണ് ബെക്കറ്റിനോടുള്ളത്. അവര് സമകാലീനരായിരുന്നു. ജോയ്സിനോടുള്ള ആ സ്നേഹവും ആദരവും
വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബെക്കറ്റിന്റെ പല കൃതികളും. അപ്പം ഈ ഏകദേശം ഒരു പിന്നെ സാഹിത്യപരമായിട്ടുള്ള മേഖലയിലെ ഈ സമകാലീന അന്തരീക്ഷത്തോടൊപ്പം തന്നെ ആശയങ്ങളിലും ഇവര് പ്രമുഖ സ്ഥാനത്തായിരുന്നു. ആശയങ്ങളിൽ നിന്ന് പ്രധാന കാരണം വെച്ചാൽ മനുഷ്യരെ യഥാർത്ഥ ദിശയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. മറ്റ് ചട്ടക്കൂടുകളുടെ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്താതെ, പ്രത്യേകിച്ചും ഈ മതപരമായ ചില നിബന്ധനകളോ അല്ലെങ്കിൽ നിർബന്ധനകളോ ബാധിക്കാത്ത തരത്തിലുള്ള എഴുത്തുകളായിരുന്നു ഇരുവരും ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവര് പിന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള സാഹിത്യ ഈ ലെജൻസിന്റെ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തെങ്കിലും യാത്രകളോ അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ? ഇപ്പൊ നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അയർലൻഡിൽ? എങ്ങനെയാ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലെസ്ലി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത് എങ്ങനെയാ? ഇത്തരം അതൊന്ന് ഒരു പ്രധാന കാരണം എൻ്റെ സൗഹൃദത്തിൽ ധാരാളം എഴുത്തുകാരും പിന്നെ ഈ ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികളുമുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഞാനൊരു പ്രാഥമിക ആരോഗ്യരംഗത്ത് ജോലി ചെയ്യണം. അപ്പോൾ അവിടെ സാധാരണ എല്ലാവരും പരസ്പരം എനിക്കറിയാം. അപ്പോൾ വരുന്ന ആളുകളുമായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പം ഇത്തരം മേഖലകളിലൊക്കെ പിന്നെ ഉള്ള വിദ്യാർത്ഥികൾ വീണ്ടും കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അവർ തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ അയക്കും. ഇന്ന ദിവസം ഇന്ന തിയേറ്ററിൽ ഇന്ന നാടകം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രാം ദിവസം ഞങ്ങളുടെ ഈ കൂട്ടായ്മ പെട്ടണം, അല്ലെങ്കിൽ ഇന്ന ദിവസം ലൈബ്രറിയിൽ ഇത്തരം വിഷയത്തെക്കുറിച്ചുള്ള സംഭാഷണം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഇവരായിട്ടുള്ള കൂടുതൽ സൗഹൃദങ്ങളും അതിനെ കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മൾ ശ്രോതാവായിരിക്കും. എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഈ അടുത്ത് നമ്മളൊരു ബ്രയൻ ഓക്ലെയറി എന്ന് പറഞ്ഞിട്ട് ഒരു 83 വയസ്സുള്ള ഒരു ചരിത്രകാരനുണ്ട്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എൻചാനിങ് ടു സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ആ ഗ്രാമം ചെറിയ കുഞ്ഞു ഗ്രാമം, ആ ഗ്രാമത്തില് നല്ലൊരു ആൾക്കൂട്ടത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. അപ്പൊ അതിലേക്ക് എന്നെ ക്ഷണിക്കാന്ന് പറഞ്ഞ ശ്രോതാവായിട്ട്. അപ്പം അത് ക്ഷണിക്കാനുള്ള പ്രധാന കാരണം അതിൽ 4 അധ്യായങ്ങളിൽ ഇന്ത്യൻ റെവല്യൂഷണറി സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് 1916 ഈസ്റ്റർ റൈസിങ്ങിന് പിന്നെ സ്വാധീനം കിട്ടി. അത് സ്വാധീനം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള 1916 ഈസ്റ്റർ റൈസിങ്ങിന്റെ അതേപോലെ തന്നെയുള്ള ഒരു കലാപല്ല, ഒരു എന്താ പറയുക വിപ്ലവ പ്രവർത്തനം മാസ്റ്റർ ഡ സൂര്യസൻ ചെയ്ത ബംഗാളിയായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ള. അപ്പൊ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം അത് അദ്ദേഹം വളരെയധികം വിശദമായിട്ട് ഈ പ്രകാശനത്തിന് ശേഷം എന്നോട് പറയുകയും ചെയ്തു. എന്നിട്ട് എന്നെ UCDയിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ജോണായിട്ട് ബന്ധപ്പെടുത്തി തന്നു. അങ്ങനെ ജോണുമായിട്ട് സംസാരിച്ചു. അപ്പൊ കുറേയും കൂടി കൂടുതലായിട്ട് ആളുകളായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അവരൊക്കെയാണ് നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവർ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം ഇത്തരം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് ഏതു വിധേനയും നമ്മളെ ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അതൊരു വലിയൊരു പ്രോത്സാഹനമാണ്, നമ്മളുടെ താല്പര്യം കണ്ടുകൊണ്ട് തന്നെ. പൊളിറ്റിക്സിൽ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് റവല്യൂഷന്റെ എന്ന് പറഞ്ഞാൽ മോഡേൺ ഡേ റവല്യൂഷൻ, പ്രത്യേകിച്ചും മോഡേൺ ടെററിസം എന്നുള്ള സാധനം നമുക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള അർത്ഥവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെററിസം എന്ന് ആൾക്കാർ വിളിക്കുന്നത്, ഒരുപക്ഷെ അതിനെ നമ്മൾ പിന്നെ വിപ്ലവ പ്രവർത്തനമായിട്ടായിരിക്കും ഒരു വിഭാഗം കാണുന്നത്. പക്ഷെ ഒരുതരം നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരു സാധനത്തിനെ വിപ്ലവ പ്രവർത്തനമാക്കി മാറ്റുന്ന ഒരു സംഗതിയുടെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും IRA രൂപപ്പെടുത്തിയാണെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ ഇപ്പൊ ഒരു പിന്നീടുള്ള ഒരു ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് എല്ലാറ്റിനും തന്നെ, അതായത് നമ്മളിപ്പം മണ്ടേലയുടേതായാലും ഗാന്ധിയുടേതായാലും ഒക്കെ തന്നെ അതിനൊക്കെ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില വിപ്ലവ പ്രവർത്തനങ്ങൾ അയർലൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് വിപ്ലവത്തിന്റെ നമുക്ക് ഇന്ന് തള്ളി പറയാവുന്നതും സ്വീകരിക്കാവുന്നതുമായിട്ടുള്ള 2 സംഗതികളും ഉണ്ട് അതിനകത്ത്. മാത്രമല്ല ഈ ഹങ്കർ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന ബോബി സാൻസ് വലിയൊരു ഐക്കണാണല്ലോ. 27ാമത്തെ വയസ്സിൽ 66 ദിവസം നിരാഹാരം കിടന്ന് മരിക്കുന്ന ബോബി സാൻസ്. അപ്പൊ ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ്? ഇപ്പം ലെസ്ലി പോയിട്ടുള്ളതും കേരളീയ സമൂഹം എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവകരമായ ഒരുപാട് അനുഭവങ്ങളില്ല. ഇതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരാൾ പിന്നെ ഒരു അയർലൻഡുകാരൻ വന്ന് ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടോ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരുപാട് വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കഥ പറയാനുണ്ട്. അയർലൻഡിൽ ഈ രാഷ്ട്രീയ അന്തരീക്ഷം, അതായത് ഒരു ടെററിന്റെ അന്തരീക്ഷത്തിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ലെസ്ലി അവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അത് ശാന്തമായി വരുന്ന
ഒരു സിറ്റുവേഷനിലാണ്. എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ, കാലാവസ്ഥ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ? ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ടെററിസം എന്നുള്ള ആ വാക്ക് ശരിയായിരിക്കണം എന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനത് കാരണം വെച്ചാൽ അവിടുത്തെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം. അതെ, അത്രയും ക്രൂരതയാണ് ഈ പിന്നെ ബ്രിട്ടീഷ് അധിനിവേശക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അകാരണമായിട്ട് പിന്നെ പിടിച്ചു കൊണ്ടുപോവുക, ബലാത്സംഗം ചെയ്യുക, പിന്നെ വധിക്കുക, പ്രത്യേകിച്ചും നിയമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിനെതിരെ പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ലായിരുന്നു. കാരണം നിരക്ഷരായിട്ടുള്ള മനുഷ്യരാണ്, കർഷകരാണ്, കുടിലുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അവർ വിദ്യാഭ്യാസമില്ല, അവർ പരസ്പരം ബന്ധങ്ങളില്ല, പള്ളി എന്ത് പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ അത്തരം സംഗതികളിൽ നിന്നും മനുഷ്യനെ സ്വാതന്ത്ര്യത്തിന്റെ രീതിയിലേക്ക് കൊണ്ട് നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പൊ വാൾഷ് പോലത്തെ ആൾക്കാർ. അദ്ദേഹം ഈ ഐറിഷ് പിന്നെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എഴുതിയിട്ടുള്ള അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഐറിഷ് അധ്യാപകനാണ്, ഗെയിലിക് ഭാഷ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അനിയനാണ് വിൽസ് വാൾഷ് എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിനുശേഷം പിന്നീട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പ്രതിപാദിച്ചതെന്ന് ഞാൻ പറയാം. അപ്പൊ വാൾഷ്, അതുപോലെ തന്നെ ടി ക്ലാർക്ക് എന്ന് പറഞ്ഞിട്ട് തോമസ് ക്ലാർക്ക് 10-15 വർഷത്തോളം ഇംഗ്ലണ്ട് ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ജെയിംസ് കോർണലി, അതുപോലെ ജോസഫ് മേരി പ്ലങ്കറ്റ്, പ്ലങ്കറ്റിന്റെ ഒരു അത് നമുക്ക് അതില്. അതെ. അപ്പൊ ഇവരൊക്കെ സംബന്ധിച്ചുള്ള ഇവരൊക്കെ അധ്യാപകരും കവികളും കൂടിയാണ്. ഈ വാൾഷ് എന്ന് പറഞ്ഞ കവിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാല് ഞാൻ മരിച്ചു പോയാലും എന്റെ രാജ്യം അസ്വാതന്ത്ര്യമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുറിവ്. അപ്പൊ സ്വാതന്ത്ര്യമാണ് എനിക്ക് പ്രധാനം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എങ്ങനെയും ഞാൻ പോരാടും. അതുകൊണ്ട് തന്നെയാണ് ഐറിഷ് റിപ്പബ്ലിക് ബ്രദർഹുഡ് അവിടെ ഉണ്ടായത്. ഈ ഷീൻ ഫെയിൻ ഉണ്ട്, അത് ഒരു വലിയ ഒരു ഐക്കോണിക് വിപ്ലവ പ്രസ്ഥാനമാണ്. ഇപ്പൊ അതിന് വലിയ സ്വാധീനം ഉണ്ടെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പോ. എങ്ങനെയാണ് അവിടെ അത്? ഷീൻഫിന് ഇപ്പോഴും സ്വാധീനമുണ്ട്. അവര് രണ്ട് ഈ പിന്നെ ഈ പറഞ്ഞ പോലെ മുന്നണി ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയുടെ പേരിലായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റേ രണ്ട് പ്രമുഖ പാർട്ടികളുണ്ടല്ലോ, അവര് ഒരുമിച്ച് നിൽക്കുകയും ഇവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. അതിനകത്തുള്ള നേതാക്കളും ഇപ്പം യൂത്തിന് ഈ സംഘടനയോടുള്ള താല്പര്യം എങ്ങനെയാണ്? യൂത്തിന് ഈ സംഘടനയോട് ധാരാളം താല്പര്യമുണ്ടെന്നുള്ളതാണ് ഞാൻ പല യുവാക്കളായിട്ട് സംസാരിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർക്ക് സത്യത്തില് ഇവിടുത്തെ നമ്മളുടെ നാട്ടിലെ യുവാക്കളെ പോലെ പുറത്തിറങ്ങി പ്രതിഷേധിച്ച് അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനായിട്ട് അത്തരം താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അതിന് അത്തരം റീച്ച് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ തെരഞ്ഞെടുപ്പ് പോലും വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല. ഈ ഐറിഷ് നാഷണലിസത്തിന്റെ ഇത്തരത്തിലെ ആർമിയുടെ കഥയൊക്കെ പറയുമ്പോഴേ നമുക്ക് നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചാൽ, അതായത് പ്ലങ്കറ്റും ഗ്രേസും, അത് വലിയൊരു ഇതാണല്ലോ. മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു അൺഒഫീഷ്യൽ നാഷണൽ ആന്തമായിട്ടാണ് ഗ്രേസ് എന്നുള്ള പാട്ട് അയർലൻഡ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ? അതിനിപ്പോഴും എങ്ങനെയാണ് അതിന്റെ സ്വാധീനം, എങ്ങനെയാണ് അതിന്റെ ഒരു കഥ അവിടെ നിന്ന് എങ്ങനെയാ ലെജൻസിൽ എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാണ് അത് സത്യത്തിലെ ഈ 1916 ഈസ്റ്റർ റൈസിംഗ് അപ്പൊ അത് പറയുമ്പോൾ കുഞ്ഞ് ഒരു പശ്ചാത്തലം കൂടി പറയേണ്ടി വരും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഐറിഷ് റിപ്പബ്ലിക് ബ്രദർഹുഡ് രഹസ്യമായിട്ട് തുടങ്ങി. അവര് ഈ പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യുവാക്കളെ പിന്നെ അവരെ ഓർഗനൈസ് ചെയ്യുകയും സംഘടിക്കുകയും അവരൊരിക്കൽ പോലും തോക്കുകൾ കാണാത്ത മനുഷ്യരായിരുന്നു. അപ്പൊ അവരെ ഈ എങ്ങനെയാണ് തോക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയും അവര് ഒരു 1916 മുമ്പ് തന്നെ ഇപ്പൊ അന്ന് ഒന്നാം ലോക മഹായുദ്ധ തുടങ്ങി ആ സമയമാണ്. അപ്പൊ ജർമ്മനിയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പിന്നെ ശത്രുതയുണ്ട്. അപ്പൊ ഇവർക്ക് അമേരിക്കയിൽ നിന്ന് ധാരാളം ഡോളറുകൾ കിട്ടിയിരുന്നു ഐറിഷ് ജനതയിൽ നിന്ന്. പക്ഷെ ആയുധങ്ങളില്ല. ഒരു ആയുധങ്ങൾ കിട്ടിയിരുന്നത് ജർമ്മൻ ആളുകളിൽ നിന്നാണ്. പക്ഷെ ഇതൊക്കെ രഹസ്യമായിട്ട് ഇവരൊക്കെ എല്ലാം സംഘടിപ്പിച്ചു വന്നിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിഭാഗം അത് തിരിച്ചറിയുകയും കടലിൽ വെച്ച് അതിനെ പിന്നെ തടയുകയും ചെയ്തു. അതൊന്നും ഇവിടെ അറിഞ്ഞിരുന്നില്ല. ഈ ഡബ്ലിൻ സെൻറ്റർ ചെയ്തിട്ടുള്ള ഇവരുടെ ഗ്രൂപ്പിനെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ മറ്റു പല ഭാഗങ്ങളിലും വില്ലേജുകളിലൊക്കെ ഈ പിന്നെ ബ്രിട്ടീഷുകാർ തടഞ്ഞു വെച്ച ആയുധങ്ങൾ കൊണ്ട് ആ ഈസ്റ്റർ റൈസിംഗ് പിന്നെ സംഘർഷം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് പരന്നത്. പക്ഷെ ഇവരത്
ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ, ഇപ്പോഴും ഒക്കോണൽ സ്ട്രീറ്റിലെ ഏറ്റവും വലിയ ഒരു പിന്നെ ജനറൽ പോസ്റ്റ് ഓഫീസ് അറ്റാക്ക് ചെയ്യുകയും അതിന്റെ മുകളിൽ ഐറിഷ് പതാക ഉയർത്തുകയും ചെയ്തു. മനസ്സിലായി. പക്ഷേ 17,000 പിന്നെ മനുഷ്യരോടുകൂടി ബ്രിട്ടീഷ് പട്ടാളക്കാരോടുകൂടി വന്ന് അതിനെ ആ ഡബ്ലിൻ സ്ട്രീറ്റ് മുഴുവൻ തകർത്ത് തരിപ്പണാക്കി ബ്രിട്ടീഷ് ആർമി. അവിടുന്ന് നിരപരാധികളായ കുട്ടികളെയും അമ്മമാരെയും മനുഷ്യരെയും 460ഓളം പേരെ കൊന്നൊടുക്കി. അപ്പോൾ ഇത് കണ്ട ജനത എന്തുണ്ടായെന്ന് വെച്ചാൽ, അപ്പൊ ഇത് ഈ തിരിച്ചറിഞ്ഞ ഇവിടുത്തെ ഈ വിപ്ലവകാരികളുണ്ടല്ലോ, ഈ വാൾഷ് ആയാലും ക്ലാർക്ക് ആയാലും മക്ഡൊണാൾഡ് ആയാലും നമ്മുടെ ജെയിംസ് കൊണോളി ആയാലും ജോസഫ് പ്ലങ്കറ്റ് മേരി പ്ലങ്കറ്റ് ആയാലും അവരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചു. ആ തീരുമാനിക്കുകയും ഇവർ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ മെയ് 3, 4 അല്ലെങ്കിൽ ആ ആഴ്ചകളിൽ പിന്നെ ഇവരെ പിന്നെ വധിക്കാനായിട്ട് പിന്നെ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ജോസഫ് മേരി പ്ലങ്കറ്റ് എന്നുള്ള യുവാവ്, അദ്ദേഹത്തിന്റെ കാമുകിയായിരുന്നു ഈ ഗ്രേസ്. അപ്പോൾ ആ ഗ്രേസ് പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു, ഇദ്ദേഹം കാത്തലിക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ എന്തായാലും വധിക്കും പിറ്റേ ദിവസം. അപ്പൊ ഗ്രേസ് നിർബന്ധപൂർവ്വം അവരോട് പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തിന് വിവാഹം കഴിയും. അപ്പൊ ഡബിളിലെ ഒരു സ്വർണ്ണ കടയിൽ നിന്ന് ഒരു റിങ് വാങ്ങിച്ചു കൊണ്ടുവന്ന് പിന്നെ കത്തോലിക്ക ആയി മാറുകയും പുരോഹിതം വരികയും അവിടെ അൾത്താരം ഒരുങ്ങുകയും ആ കിൽമാന ജയിലിലാണ് അവിടെ ഈ വിപ്ലവകാരികളെ പാർപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ കാണേണ്ടതാണ്, ശരിക്കും വളരെ ചരിത്ര സ്മാരകം. അവിടെ ആ ജയിലിൻ്റെ ഉള്ളിൽ വെച്ച് റിങ് കൈമാറുകയും പുരോഹിതനെ ആശീർവദിക്കുകയും വിവാഹം നടക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം പ്ലങ്കറ്റിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതിന്റെ വരികളാണ് ഈ പാട്ടിലുള്ളത്. അതിപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ അനൗദ്യോഗിക ദേശീയഗാനമായിട്ട് പിന്നെ ഉള്ളില് പിന്നെ ഒരു വിപ്ലവഗാനം തന്നെയാണ് ശരി. മാത്രമല്ല ലോകത്തിൽ മുഴുവൻ തന്നെ, കാരണം ഒരു വിപ്ലവ പ്രവർത്തനത്തിന് ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ നഷ്ടം എന്നുള്ളത് ഇത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ട് വേറെ ഉണ്ടാവില്ല. അത് വളരെ രസകരമായിട്ട് ഇപ്പോഴും ഞാൻ അടുത്ത് എൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ട്, നീം ക്രോഹസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുകാരിയാണ്. അപ്പൊ അവരോട് ഒരു പാട്ട് പാടാൻ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു നിന്റെ പാട്ട് പാടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു വെച്ചാൽ ആദ്യം ഞാൻ ഈ പാട്ട് പാടട്ടെ എന്നാണ്. അവൾക്കൊരു 23 വയസ്സുണ്ടാവുള്ളൂ. പക്ഷെ ആ കുട്ടിയിൽ കാണുന്ന ആ ഒരു എന്താ പറയാ ഊർജ്ജം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ അവര്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രിട്ടീഷുകാർ ഇവരെ ആ തരിപ്പണമാക്കിയ തെരുവില് ജനങ്ങൾ ഇവർക്കെതിരായിട്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. അന്നത്തെ ദിവസം വൈകുന്നേരം പിന്നെ ചായകളും പലഹാരങ്ങളും ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി. ഇവരോടുള്ള റിബലുകളോടുള്ള ദേഷ്യം കൊണ്ട്. അപ്പോ എങ്കിലും ഇവര് ആ സ്വാതന്ത്ര്യ പോരാളികളായിട്ട് ഇപ്പോഴും ഈ കുഞ്ഞു മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവര് പിന്നെ ഏറ്റെടുത്തുള്ള ആ ദൗത്യമുള്ള സ്വാതന്ത്ര്യം എന്നുള്ളൊരു വലിയൊരു സംഗതി. അവര് ജീവൻ പോയാൽ 21, 22, 23 വയസ്സായിട്ടുള്ള യുവാക്കളാണ്. അതില് ജെയിംസ് കൊണോളി പിന്നെ പരിക്കേറ്റിട്ട് അയാളെ കെട്ടിയിട്ടിട്ടാണ് വെടിവെച്ച് പോകുന്നത്. പരിക്കേറ്റ ജെയിംസ് കൊണോളി ഇത്രയും കുറവ്. പിന്നെ അതിനുശേഷം ഉണ്ടായെന്ന് വെച്ചാല് ഇതിന് പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രതിഷേധങ്ങൾ വന്നപ്പോഴാണ് എക്സിക്യൂഷൻ നിർത്തിയത്. അല്ലെങ്കിൽ ഇപ്പൊ കോർക്ക് അല്ലെങ്കിൽ ഗോൾവേ പോലുള്ള സ്ഥലങ്ങൾ പിന്നെ പിടിച്ചുകൊണ്ടുവന്ന ചില പോരാളികളെയും അവർ വെടിവെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഇവര് അത്തരം പിന്നെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് പിന്നെ അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് പ്രതിഫലിക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ ഈ പ്രൊട്ടസ്റ്റന്റും കാത്തലിക് ആൾക്കാർ തമ്മിലുള്ള സംഗതിയാണ്. ഒരു പ്രൊട്ടസ്റ്റന്റിനെ കൊന്നു കഴിഞ്ഞാൽ ഒരു കാത്തലിക് വധിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റിനെ നമ്മൾ കൊല്ലണം, ഒരു കാത്തലിക് നഷ്ടപ്പെട്ടാലും എന്നുള്ളതായിരുന്നു പോളിസി. അത്രയും ഭയാനകമായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ. അപ്പം അതൊക്കെ ഒരു പീസ് ലെവലിലൊക്കെ വന്നത് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ പല ആളുകളും ഇപ്പോഴും ആ കുടുംബത്തിലെ പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാൻ വെച്ചാൽ ഞങ്ങള് ഇതിനെ മറ്റൊരു രീതിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ടെററിസമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു അന്തരീക്ഷമാണ്. അത്രയും വേദനയാണ് അവര് തലമുറകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്.